ഹായ് നമസ്കാരം, വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ നിന്ന് ഒരു കോൾ വന്നു കേട്ടോ. നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലെ അടുക്കളപ്പുറത്ത് ഒരു രാജവെമ്പാല കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഫോറസ്റ്റുകാരും പാമ്പുപിടുത്തക്കാരും എത്തിയിട്ടുണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അനങ്ങാണ്ട് നിൽക്കാമല്ലോ കേട്ടോ. ഓക്കെ, ഇത് കുഞ്ഞാ ഒരു 5 വയസ്സ് പ്രായത്തിൽ കൊണ്ടില്ലേ? 5 വയസ്സില്ല, ലൈറ്റ് വേണ്ട, ലൈറ്റൊക്കെ കിടന്നു, കുഴപ്പമില്ല. ഇനി കയറി നമുക്ക് പോവാം. ഒരു വഴി കമ്പൊക്കെ ആയിട്ട് നിൽക്കണുണ്ടായിരുന്നോ? ഇവിടെയല്ല, ഇവിടെ അപ്പുറം അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ തമ്മിൽ മാത്രം മതി അല്ലേ? കയറി കയറി പോവാ. അല്ലെ ഞാൻ പിടിച്ച് കേട്ടില്ല. ഇത്തിരി കൂടി ബാക്കി അനുസരിച്ചുള്ള ബാക്കി. കഴിഞ്ഞ ആഴ്ച വർണ്ണത്തിന് എടുത്താൽ കഴിഞ്ഞ സ്വരത്തിന് എടുത്തിട്ടേ ആ ബാഗ് കഴുകിയില്ല. അതിൻ്റെ സ്മെല്ല് കാരണം പുള്ളിക്കൊരു മതി. പോട്ടെ, എന്തേലും അവിടെ ഒരു കണ്ട അനങ്ങരുത്, അനങ്ങാണ്ട് നിൽക്കും എല്ലാവരും. ഇത് പൂയംകുട്ടിയിൽ വെള്ളാരംകുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. രാജവെമ്പാലകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായ വനപ്രദേശമാണ് പൂയംകുട്ടിയിലുള്ളത്. ഈ ഭാഗങ്ങളിൽ നിന്ന് മുൻപും രാജവെമ്പാലകളെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പാമ്പിനെ പിടിക്കുന്ന ആളുടെ പേര് ഷൈൻ എന്നാണ്. ഇദ്ദേഹം ഫോറസ്റ്റിലെ ജീവനക്കാരനാണ്. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിൽ വളരെ പ്രഗത്ഭനാണ് ഇദ്ദേഹം. അവിടെ നിൽക്കുന്നവര് ഒരു ഈച്ച അവിടെ അനങ്ങിയ പാമ്പ് തിരിയും. ആരും അനങ്ങരുതെന്ന് പറഞ്ഞു കേട്ടാ. ആ ബാഗിലേക്ക് കയറാൻ പാമ്പ് കൂട്ടാക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം മറ്റൊരു പാമ്പിനെ പിടിച്ചു കൊണ്ടുവന്ന ശേഷം ആ ബാഗ് കഴുകിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പാമ്പ് കയറാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ആളാ, പോകണ്ട, പോരെ, ഞാൻ അവിടെ ഉണ്ട്. ആ അതിനകത്ത് അതൊക്കെ ആൾക്കാരുണ്ടല്ലേ. ആ അവിടെ ഉണ്ടോ? അത് ലൂസാക്കാം, മാക്സിമം ലൂസാക്കാം. മറ്റൊരു ബാഗ് വെച്ചിട്ട് അതിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് കേട്ടോ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഈ ഇഴജന്തുക്കളൊക്കെ വെള്ളം തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് വരും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തായിട്ടാണ് വന്ന് കയറിയത്. അപ്പോൾ തന്നെ അദ്ദേഹം ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള സാഹചര്യം ഉണ്ടായാൽ ആരും അതിനെ പിടിക്കാനൊന്നും ശ്രമിക്കരുത്. ഈ ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് പാമ്പിനെ പിടിക്കാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ ഷൈൻ സാറിൻ്റെ കൂടെ മറ്റൊരാളും കൂടി സഹായത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. സന്തോഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രണ്ടുപേരും സഹപ്രവർത്തകരാണ്. സന്തോഷ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന ആളാണ്. അങ്ങനെ അവസാനം ആ പുതിയ ബാഗിലേക്ക് പാമ്പിനെ അദ്ദേഹം കയറ്റിയിട്ടോ. ശേഷം ഇനി ഇവർ അതിനെയും കൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യുവാണ്.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ അറിയിപ്പിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെച്ചേരെ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.